നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷം പകരുന്നൊരു വാർത്ത കൂടിയാണ് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചിട്ടുള്ളത്. 4 വർഷക്കാലമായി സച്ചു എന്ന് പറയുന്ന കലാകാരൻ, മിടുക്കനായ കലാകാരൻ സംസ്ഥാന കലോത്സവങ്ങളിൽ പങ്കെടുത്ത് എ ഗ്രേഡ് നേടുന്നുണ്ട്. ഭരതനാട്യം, കേരള നടനം തുടങ്ങിയ വിവിധ ഇനങ്ങളിലായാണ് സച്ചു പങ്കെടുത്തുകൊണ്ടിരുന്നത്. അതേസമയം തന്നെ സച്ചുവിന് ചില പ്രതിസന്ധികളുണ്ട്, വീടില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ തന്നെയും നേരത്തെ നമ്മൾ കൈരളി വാർത്തയിലൂടെ തന്നെ ആ വിഷയങ്ങൾ നേരത്തെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ വിഷയത്തിൽ ഇന്ന് മന്ത്രി നേരിട്ട് ഇടപെടുകയായിരുന്നു ചെയ്തത്. സംസ്ഥാന സർക്കാർ അതിന് വലിയ പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഇപ്പോൾ കൈരളി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. മന്ത്രിയോട് തന്നെ അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ തേടാം. മന്ത്രി, എന്തായാലും വലിയ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആൺകുട്ടികളുടെ ഭരതനാട്യത്തിൽ തുടർച്ചയായി 4ാം തവണയും എ ഗ്രേഡ് ആണ് സച്ചുവിന് ലഭിച്ചിട്ടുള്ളത്. സച്ചു ഈ പട്ടികവർഗ മലവേട്ടുവ സമുദായത്തിൽപ്പെട്ട ആളാണ്. സച്ചുവിന് കുച്ചിപ്പുടിയിലും കേരള നടനത്തിലും മുൻപ് 3 തവണ എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. സച്ചുവിൻ്റെ ഈ വിജയത്തിന് പിന്നിൽ അമ്മ ബിന്ദുവാണ്. 6 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ PR സതീഷ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അതോടെ കുടുംബം അനാഥമായി. അവർ തൊഴിലുറപ്പ് പദ്ധതി പോയിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ തൊഴിലുറപ്പ് പോകാനും പറ്റില്ല, കാരണം കേന്ദ്ര ഗവൺമെൻറ് തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കി കഴിഞ്ഞ്. ഈ കുട്ടിക്ക് ഇതിൻ്റെ പ്രാക്ടീസും പഠിക്കുകയൊക്കെ വേണമല്ലോ, ഈ നൃത്തമൊക്കെ. അതെല്ലാം ഈ തൊഴിലുറപ്പ് പദ്ധതിക്കും വീട്ടു ജോലിക്കൊക്കെ പോയിട്ട് കിട്ടുന്ന കാശ് കൊണ്ടാണ് അവരിത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉള്ള സ്വന്തമായിട്ടൊരു വീടില്ല എന്നുള്ളതാണ്. ഒരു വലിയ കൂട്ടുകുടുംബത്തിൽ പോലുള്ള സ്ഥലത്ത് ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ റവന്യൂ മന്ത്രി കൂടെ ഉണ്ടായിരുന്നു. റവന്യൂ മന്ത്രിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവിടുത്തെ കളക്ടറോട് സംസാരിച്ച് ഒരു 5-10 സെൻറ്റ് സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്തു. സ്ഥലം കിട്ടിയ ഉടനെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആ കുട്ടിക്ക് ഒരു വീട് വച്ച് കൊടുക്കുന്നതാണ്. അതാണ് ഇന്നടുത്ത ഈ 63 കലോത്സവം നടന്ന് ഇത് 64ാമതാണ്. 64 കലോത്സവത്തിൻ്റെ ഒരു മേന്മ എന്തെന്ന് ചോദിച്ചാൽ പല മേന്മകളിലൊന്ന് ഇതാണ്. തീർച്ചയായും സന്തോഷം പകരുന്ന വാർത്ത തന്നെയാണ് മന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കൈരളിയെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. നമ്മൾ നേരത്തെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.